ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ നോമ്പൊക്കെയല്ലേ, നമ്മൾ സലാമെല്ലാം പറയുന്നൊരു കൂലി കൂടുതലല്ലേ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ മടക്കി കഴിഞ്ഞാൽ അതിനുള്ള കൂലിയെല്ലാം എനിക്ക് കിട്ടിയില്ലേ. കാണുന്ന എത്ര ആളാണോ കാണുന്നത് അതിൻ്റെ കൂലി എനിക്ക് കിട്ടും. പിന്നെ ഇതാ നോമ്പിൻ്റെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ നോമ്പ് തുറയുടെ പിന്നെ ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ റെസിപ്പി ഒന്നുമല്ല കേട്ടോ ഷെയർ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ചെറിയൊരു വ്ളോഗ്. ആദ്യം തന്നെ പൊടി കുഴച്ചു, പിന്നെ ഈത്തപ്പഴവും അതുപോലെ ഗ്ലാസ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ജോലിക്കൊക്കെ ചെയ്യുന്നത്. ഞാൻ പിന്നെ ഹറിബറിയായിട്ടാണ് ജോലിയെല്ലാം ചെയ്യുക. ആദ്യം തന്നെ ഒരുക്കി അങ്ങനെ എന്താ വെച്ചാൽ നേരത്തെ കാലത്തേക്ക് ഒരു 5 മണിയായിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ കിച്ചണിലേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ തിരക്കിട്ടെടുത്തതുപോലെ തന്നെ എൻ്റെ സ്പൈസസിൻ്റെ ബോക്സ് നോക്കിയേ, ജസ്റ്റ് ഒന്ന് എന്നോട് ചേരുന്നു പോയി കേട്ടോ എടുക്കുന്നേരം. അപ്പോൾ എല്ലാം മിക്സായിട്ട് കലബലിയായിപ്പോയി. പിന്നെ ഇതാ ബീഫ് ആദ്യം തന്നെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെക്കലാണേ. പിന്നെ ഞാൻ വിചാരിച്ചു അന്നേരം തന്നെ ഒരു അടുപ്പത്ത് ബീഫ് വെച്ചിട്ട് മറ്റേ അടുപ്പത്ത് കായ്പുളക്ക് വെക്കാമെന്ന്. അങ്ങനെ ഒരു 5 പഴം കട്ട് ചെയ്തെടുക്കുക. ഒരു പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്, ചെറുമോഡലാണ്. അതുകൊണ്ട് 5 പഴം 4 മുട്ടക്കാണ് ആക്കുന്നത്. അത് കട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ ഞാനിവിടെ എണ്ണക്കടികളൊന്നും സ്വതവേ ഉണ്ടാക്കാറില്ല. എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊന്നും എണ്ണക്കടിയൊന്നും അങ്ങനെ ഇഷ്ടമില്ല. പിന്നെ മക്കൾക്കും വലിയ ഇഷ്ടമില്ല. അപ്പം മക്കൾ നോമ്പെടുത്ത ദിവസം അവരോട് എന്താ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി തരണ്ടേന്നുള്ള അവരെ അഭിപ്രായം കൂടി ചോദിച്ച് അവർക്ക് ഇഷ്ടമുള്ളാക്കി കൊടുക്കുന്നേരം അവർക്ക് നോമ്പെടുക്കാനും ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാകും കേട്ടോ. പിന്നെ ഞാൻ ഡെയിലി ഒന്നും എടുപ്പിക്കില്ല, ഒന്നര വിട്ടിട്ടേ അവരെ കൊണ്ട് എടുപ്പിക്കാറുള്ളൂ. അപ്പം ഞാൻ രണ്ടാളോട് ഇങ്ങനെ എന്താ വേണ്ടത് ചോദിച്ചാൽ ഒരാൾ പറഞ്ഞു കായ്പോളം, അപ്പം മറ്റേ ആൾ പറഞ്ഞു എന്നാൽ എനിക്ക് ഇറച്ചിപ്പത്തിൽ മതി. അങ്ങനെ രണ്ടാൾക്ക് വേണ്ടിയിട്ട് 2 സാധനം ഉണ്ടാക്കി കൊടുക്കലാണ്. ഇത് നോക്കിയാൽ ഞാൻ പിന്നെ കായ്പൊളിയിലല്ലോ 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുക. കുറച്ച് ഹാർഡായിട്ടുള്ള കായ്പൊളിയാണ് ഇഷ്ടം. പിന്നെ ഇതാ എൻ്റെ ഈ ഒരു ചോപ്പറില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോപ്പറാണ്. ഉള്ളിക്ക് തോല് കളഞ്ഞാൽ മാത്രം മതി. നമ്മൾ പണിയെല്ലാം ശരിക്കും പറഞ്ഞാൽ മിക്സി, ഇപ്പോൾ പൊടി കുഴക്കുന്ന മിക്സി, അതിപ്പോൾ 3 വർഷമായി ഞാൻ ഉപയോഗിക്കുന്നു, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇപ്പോൾ പറഞ്ഞിട്ട് ഇനി നാളെ കംപ്ലൈൻറ്റ് ആവുമെന്നൊന്നും അറിയില്ല. എനിക്ക് ചില കാര്യങ്ങളുണ്ട്, നമ്മളിപ്പോൾ നല്ലത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണി കിട്ടുന്നത് ആ ഒരു പ്രശ്നം അധികം ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഇത് നോക്കിയതാ നന്നായിട്ട് തന്നെ ഉള്ളിയെല്ലാം നല്ല ചെറുതായിട്ട് തന്നെ കട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളിയെല്ലാം ഒന്ന് വാട്ടിയെടുക്കലാണ് കേട്ടോ. നോക്കിയേ, ഇതെല്ലാം എന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കൈമുണ്ടെങ്കിൽ തന്നെ പകുതി പണി അവർ ചെയ്തോളും. മിക്സിയോ നമ്മൾ കൈ കൊണ്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഉള്ളി തോല് പൊളിച്ചു കൊടുത്താൽ മാത്രം മതി, അത് ഫുൾ അരച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ കായ്പോളയെല്ലാം നേരം വളരെ എളുപ്പമാണ്. ഫസ്റ്റ് തന്നെ പഴം വാട്ടണം, ഒന്ന് ജസ്റ്റ് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇതാക്കി മൂപ്പിച്ചെടുക്കണം. അതുമാത്രം ചെയ്തതിനെല്ലാം മിക്സാക്കി ഒഴിച്ചു കൊടുത്തതിനെ പിന്നെ അതിനെപ്പറ്റി നമ്മൾ നോക്കണ്ടില്ലല്ലോ. പിന്നെ ഇത് മക്കൾക്കായത് കൊണ്ടാണ് എന്നറിയാൻ ഇന്ന് എണ്ണക്കടിയെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ സാധാരണ ഹെൽത്തി ആയിട്ട് എന്നാൽ ഒന്നുകിൽ പഴം ചുട്ടത്, അല്ലെങ്കിൽ കടല പുഴുങ്ങിയ, പിന്നെ ചിലപ്പോൾ ആവിക്കുള്ള സാധനങ്ങളുണ്ടാവുക. അട തന്നെ വെള്ളത്തിൻ്റെ ഉണ്ടാവുക, പഞ്ചസാരൻ്റെ അങ്ങനെ പഞ്ചസാര ഉപയോഗമെല്ലാം വളരെ കുറവാണ്. അങ്ങനെ പഞ്ചസാരന് വലിയ ആർക്കും ഇഷ്ടമില്ല പഞ്ചസാരൻ്റെ ഒന്നും. പിന്നെ അങ്ങനെ ഇതാ ഇന്നൊന്ന് ആക്കി കൊടുക്കലാണ്. പിന്നെ ഞാനിവിടെ ഈ 2 കടിയും പിന്നെ രാത്രിത്തെ ഭക്ഷണവും എല്ലാം കൂടി ആക്കും. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പണിയെല്ലാം എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടിയിട്ട് ചെയ്യും. അപ്പോൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുന്നേരം അവർക്ക് സമയം പോകില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പണി ചെയ്യുന്നേരം അവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ. ഒപ്പം തന്നെ ഇരുന്ന് പണി ചെയ്യാനും എല്ലാത്തിനും അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവരും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നോമ്പ് തുറക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫ്രൂട്ട് എങ്ങനെ ഫ്രൂട്ട് സലാഡിന് മുറിച്ചിട്ടില്ലേ, വളരെ ചെറുങ്ങനെ അങ്ങനെ എല്ലാ ഫ്രൂട്ടും അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലാക്കിയിട്ട് കഴിക്കും. പിന്നെ കട്ട് ഫ്രൂട്ട് എങ്ങനെ പറയാൻ ബത്തക്ക, മുന്തിരി അതെല്ലാം ഒരു പ്ലേറ്റിൽ, അത് വേറെ. പിന്നെ ജ്യൂസ് അടിക്കാന്ന് വെച്ചാൽ ഫുൾ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസില്ലേ, അതിൽ കുറച്ച് കസ്കസും പിന്നെ ഈത്തപ്പഴവും ഇതെല്ലാം ഇട്ടിട്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അതിന് പഞ്ചസാര ഒന്നും ചേർക്കണമെന്നില്ല. അങ്ങനെ പഞ്ചസാര ഒന്നും ഇല്ലാത്ത ജ്യൂസാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. അധികം അത് തന്നെ ഉണ്ടാകാൻ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് ആക്കിയിട്ട് അവക്കാഡോ അല്ലെങ്കിൽ സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഹണിയും കൂടിയും ചേർക്കും. പിന്നെ സപ്പോർട്ടയിലുള്ള മധുരം ഉണ്ടല്ലോ, അവക്കാഡോ ആണെങ്കിൽ കുറച്ച് ഹണി ചേർക്കും, സപ്പോർട്ടയിലുള്ള മധുരം മതി. പിന്നെ ഇത് ഇറച്ചിപ്പത്തിൽ നല്ല ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മൾ ബീഫ് വേവിച്ച വെള്ളമില്ലേ, അതും കൂടി ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ബീഫൊന്ന് കട്ട് ചെയ്യാൻ സമയമില്ല, പങ്കൊടുക്കാൻ അതിന് ഏകദേശം ഒരു 6 മണിൻ്റെ അടുക്കുകയായിന് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അങ്ങനെ നന്നായി വേണ്ടതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ മസാല റെഡിയായി. പിന്നെ പരത്തുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയം അടുത്ത് വന്നിട്ടുണ്ട്. അവിടെ തിരക്കിട്ടിട്ട് ഹറിബറിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഹറിബറിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. തിരക്കിട്ടിട്ട് ബാങ്ക് കൊടുക്കാൻ നേരത്തെ എല്ലാ പണിയും കഴിയുന്ന രീതിയാണെങ്കിൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കസ്കസ് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ മത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു എന്താ പറയുക, എന്നും എടുത്ത് പുറത്ത് വെക്കും. നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ ഏതൊരു സിനിമയെ കണ്ടിനി, പെണ്ണ് കാണാൻ പോകും, ഡ്രസ്സ് മാറ്റുക, അതുപോലത്തെ അവസ്ഥേൻ്റെത്. എന്നിട്ട് പിന്നെ മുറിക്കേണ്ട വടിക്ക് എടുത്ത് വെക്കും. പിന്നെ ഇതാ ഈ കത്രീൻ്റെ ബാക്ക് കൊണ്ട് ഇതിൻ്റെ തൂളി പോക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നത്. പക്ഷെ എനിക്കങ്ങനെ ആകുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആക്കി നോക്കി, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടോ എന്താണെന്നറിയില്ല. എന്നിട്ട് ഇന്ന് ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുത്തേ മതിയാവും എന്നുള്ള
അങ്ങനെ 2 ചട്ടിയിലും മുകളിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നേരം നാളെ ഇന്ന് നോമ്പെടുത്തല്ലോ, അപ്പോൾ നാളെ നോമ്പുണ്ടാവില്ല, അപ്പോൾ അവർക്ക് കൊടുക്കാമെന്നുള്ളതിലാണ് ആക്കുന്നത്. അങ്ങനെ ഇതാ നോമ്പറിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബാങ്കും കൊടുത്തു. എന്നാൽ നമ്മളെല്ലാം നോമ്പ് തുറക്കട്ടെ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.